ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ എ സജീവൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സജീവൻ, ഇപ്പോൾ ഒരു ജി സുധാകരന്റെ ഈ ഒരു നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജി സുധാകരന്റെ നിലപാട് സ്വാഭാവികമാണ്. അദ്ദേഹം കുറച്ചു കാലമായിട്ട് പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയായിരുന്നുള്ള കാര്യം നമുക്കറിയാം. പ്രായാധിക്യം മൂലം മാറ്റി നിർത്തുക എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രശ്നം അല്ല അതിന് പിന്നിലുള്ളത്. അദ്ദേഹം പാർട്ടിയെ വഞ്ചിച്ചു. സലാം അവിടെ മത്സരിച്ച സമയത്ത് സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന ആ പരാതി പോലുമല്ല, പരാതിയുടെ അടിസ്ഥാനത്തിൽ എളമരം കരീമിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നടത്തിയിട്ടുള്ള അന്വേഷണം, അതിന്റെ റിപ്പോർട്ട് സുധാകരൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ അക്കമിട്ട് 25 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ 25 കാര്യങ്ങളും ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടേ ഇല്ല. അതിന് പകരം 22 ആരോപണങ്ങൾ എനിക്കെതിരെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതിന്റെ അർത്ഥം ജി സുധാകരൻ എന്നുള്ള നേതാവിനെ കുറിച്ച് ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു എന്നാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാവുന്ന പോലെ സുധാകരൻ ഇനി പാർട്ടിയുടെ അംഗമായിട്ട് അവിടെ തുറന്നു പോവുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമായിരിക്കും. സാധാരണഗതിയിൽ അദ്ദേഹത്തിന് ഇത്ര പ്രായത്തിന്റെ പരിഗണന അല്ല, പ്രായപരിധി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിന് അദ്ദേഹം പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിനെ ബ്രാഞ്ചിന്റെ ഭാഗമാക്കിയിട്ട് അദ്ദേഹത്തെ നിലനിർത്തുമ്പോൾ പോലും പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം നമുക്കറിയാം. ബ്രാഞ്ചിന്റെ ഭാഗമാക്കി എന്നെ മാറ്റിയപ്പോൾ ഞാൻ ആ ബ്രാഞ്ചിൽ പ്രവർത്തിച്ചിരുന്നു, പക്ഷെ എന്നെ ഒരു കാര്യത്തിനും അവർ തൊടിയിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പൊ അതൊക്കെ പാർട്ടിക്കകത്ത് നടക്കുന്ന വിഭാഗീയമായിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കുക എന്നുള്ളതാണ്, അതല്ലെങ്കിൽ തനിക്കെതിരെ നീങ്ങിയിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള ഒരു പ്രതികാര നീക്കമാണ്. ഇപ്പോൾ പ്രതികാര നീക്കമാണ് സുധാകരൻ ഇവിടെ നടത്തുന്നത്. അദ്ദേഹം മത്സരിക്കുന്നത് അത് പാർലമെന്ററി വ്യാമോഹം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ മത്സരിച്ച ആളാണ്, മന്ത്രിയായ ആളാണ്, അതൊക്കെയാണ്. പക്ഷേ പാർലമെന്ററി വ്യാമോഹത്തെക്കാൾ കൂടുതൽ ഒരു പ്രതികാര പ്രശ്നം. കാരണം അവിടെ വീണ്ടും മത്സരിക്കാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സാധ്യതയുള്ളത് സലാമാണ്. അപ്പൊ സലാമിനെതിരെ മത്സരിക്കുക എന്ന രീതിയിൽ, അത് മത്സരിച്ച് ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള അദ്ദേഹത്തിന്റെ പരിഗണനയുടെ ഭാഗമല്ല, പ്രതികരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. നമുക്കറിയാവുന്ന സുധാകരൻ എപ്പോഴും അത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്കറിയാം. പാർട്ടിയെ ഇപ്പോഴും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല, പാർട്ടിയുടെ നേതൃത്വത്തെ തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ പ്രശ്നം, ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ് ഉള്ളത്. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം മത്സരിക്കുമ്പോൾ UDFന്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടുള്ള പിന്തുണ നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടുകൂടിയിട്ട് അവിടെ മത്സരം കനക്കാനാണ് സാധ്യത. സുധാകരൻ അട്ടിമറി വിജയം നേടിയാൽ പോലും ഒരു പക്ഷേ നമുക്ക് അത്ഭുതപ്പെടാനില്ലാത്തൊരവസ്ഥയുണ്ടാകും. ഇപ്പോൾ ഈ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തെ CPIM എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? CPM സ്വാഭാവികമായിട്ട് അവരിതിൽ പരമാവധി നേതൃത്വം കാര്യമായിട്ടൊന്നും പറയണല്ലോ. പക്ഷെ അദ്ദേഹം UDFന്റെ പിന്തുണ നേടുകയാണെങ്കിൽ, കോൺഗ്രസിന്റെ പിന്തുണ നേടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സഹോദരന്റെ മരണം, അത് KSUക്കാർ പണ്ട് അദ്ദേഹത്തിന്റെ സഹോദരനെ കൊന്ന കാര്യമാണ്. അപ്പോൾ അത് അത്തരം അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടി എന്ന രീതിയിലേക്കൊക്കെ പോകും. അതുകൊണ്ട് കൂടിയാണ് സുധാകരൻ ഞാൻ ഒരു മുന്നണിയുടെയും ഒരു പാർട്ടിയുടെയും പിന്തുണ തേടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ PMനെതിരെ പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ CPMൽ ഇപ്പൊ സലാം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ സുധാകരന് അനുകൂലമായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് ശരി എന്ന് വിചാരിക്കുന്ന CPM പ്രവർത്തകരുടെ വോട്ട് കൂടി അദ്ദേഹം നേടിയെടുക്കാനുള്ള ഒരു തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ മത്സരം നമുക്ക് പ്രവചനാതീതമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, വ്യക്തമാണ്. ശ്രീ സജീവൻ നമുക്കൊപ്പം ചേർന്നതിന്. രാഷ്ട്രീയ നിരീക്ഷകനായ എ സജീവനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഇപ്പോൾ മുതിർന്ന നേതാവായ ജി സുധാകരൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി തന്നെ താൻ മത്സരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ തന്നെ അദ്ദേഹം മത്സരിക്കുമെന്ന് അദ്ദേഹം വാർത്താമാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്.